തുടച്ച് കഴുകിയെടുക്കാം, പിന്നെ എന്ത് ചെയ്യാനാ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ്. അപ്പം ഞാൻ 2 വ്ളോഗായിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ, 2 വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ക്രിസ്മസിൻ്റെതും തലേ ദിവസത്തതും വേറെ വേറെ ആക്കി ചെയ്യണത്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞാനങ്ങനെ നീട്ടി വലിച്ചൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലെന്നല്ല, എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കറി വാങ്ങാൻ വേണ്ടി പോണേണ്. കാലത്തെ തന്നെ കറി മേടിച്ച് വെച്ചില്ലെങ്കിലല്ലേ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. റോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അമ്മ അതിൽ തിരക്കായിരിക്കും. അപ്പം ഞങ്ങളൊരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പല്ലൊക്കെ തേച്ച് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പോണേണേ. ആദ്യം എടുത്തില്ലേ, എവിടെ പോണ? ആദ്യം കളത്തറ പോകാം, അവിടെ നിന്ന് വൈകുള്ളൂ. ഞാൻ എടുത്തിട്ട് വരാം. കവറെടുക്കാൻ മറന്നു. കവർ എടുത്തോണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ വാച്ച് ഒന്ന് കെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ആളവിടെ കവർ വെച്ച് മറന്നുപോയി. പിന്നെ രണ്ടാമത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ്. നമ്മൾ ആദ്യം പോയത് കളത്തറയിലോട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ ഒരു വെടിക്ക് 2 പക്ഷി മീനും വാങ്ങാം, താറാവും വാങ്ങാം. താറാവ് വാങ്ങണതാണ് നമ്മുടെ ക്ഷമ പോവും, അത്രയും സമയം എടുക്കും. അങ്ങനെ അത് ആദ്യം ചെന്നപ്പോഴത്തേക്ക് അവിടെ 3-4 സ്ഥലത്ത് മീനിട്ട് വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിടത്ത് വണ്ടി നിർത്തി കേട്ടോ. ഒരു രമ്പ അതാ ഇന്നത്തേക്ക്, അല്ലെങ്കിൽ നമ്മ വരുമ്പോ ഉണ്ടാവൂല. പിന്നെ അത് തുടച്ച് കഴുകിയെടുക്കാം, പിന്നെ എന്ത് ചെയ്യാനാ. അവിടെ നല്ല കാളാഞ്ചിയും പിലോപ്പിയും കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പെടക്കണ മീനെ, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അത് വേറെ കാര്യം, അത് പറയണമല്ലോ എടുത്ത്. അപ്പം ഇല്ലേ, അമ്മ കുറച്ച് ദിവസമായിട്ട് പറയണത്, വന്നപ്പോൾ തുടങ്ങി പറഞ്ഞിടണം കേട്ടോ, പിലോപ്പി കഴിച്ചിട്ടില്ല എന്ന്. അപ്പം കരുതി എന്നാൽ പിലോപ്പി ഉണ്ടല്ലോ നല്ല വലുതും. അങ്ങനെ പിന്നെ 1 കിലോ പിലോപ്പി വാങ്ങി, 3 തൂങ്ങിയുള്ളൂ കേട്ടോ. അപ്പം നമുക്കത് ഇന്ന് ഉച്ചക്കത്തേക്ക്, അതായത് തലേദിവസം ഉച്ചക്ക് എടുക്കാമെന്ന് കരുതി അങ്ങനെ മേടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് നേരെ താറാവിനവിടെ വന്നപ്പോഴുള്ള അവസ്ഥയാണ് കണ്ടത്. കാണുമ്പോൾ ഇത്രയും ആളുകളെ ഉള്ളെങ്കിലും പക്ഷേ കുറേ സമയം എടുക്കും കേട്ടോ. സമയം എടുത്താണ് അവരത് ക്ലീൻ ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ പോയി. നമ്മ കട്ട് ചെയ്യണം. ഇവിടെ 1.5 സ്റ്റൂനും ഈ പെരുന്നാൾ സമയത്തുണ്ടല്ലോ ചിക്കൻ പിന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ. താറാവ്, പോർക്ക്, ബീഫ്, കരള് ഇമ്മാതിരി സാധനങ്ങളൊന്നും കട്ട് ചെയ്ത് തരില്ല. ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്തല്ല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലാണെങ്കിൽ വിശന്ന് കോട്ടൽ കത്തിക്കരിഞ്ഞാണ് കേട്ടോ വന്നത്. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-10:30 എങ്ങാണ്ടും ആയെന്ന്. അപ്പോൾ വിശന്നിട്ട് വയ്യ. അപ്പോൾ അപ്പോഴത്തേക്കും അമ്മ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കപ്പില്ലേ, കളറുള്ള കപ്പ് ഞാൻ വാങ്ങിയതാണ് ഓൺലൈൻ വഴി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. 200 സംതിങ് രൂപയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള കപ്പുകൾ. അപ്പോൾ ഞാൻ ഇന്നാണ് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനത്തെ കപ്പൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ മസ്റ്റ്. എനിക്കങ്ങനെ ചായ വേണമെന്നില്ല കേട്ടോ, പലഹാരം ഉണ്ടാക്കാം. പക്ഷേ അപ്പനും ചേട്ടനും ഒക്കെ ചായ വേണം രാവിലത്തെ പലഹാരം കഴിക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഇപ്പം അമ്മ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് കുറച്ചധികം തന്നെ പണികളൊക്കെ കുറവാണ് കേട്ടോ. മറ്റേതിപ്പോൾ ഞാൻ കറി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് കഴിക്കാനുള്ളതും ഉണ്ടാക്കണം. ഇതിപ്പോൾ അമ്മ ഉണ്ടാകുന്നത് കൊണ്ട് അമ്മ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ മോന്തെ ഇങ്ങനെ കയറ്റിപ്പിടിച്ചോണ്ടിരിക്കണം. വേറൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഉടക്കി. അതിനിടയ്ക്ക് എന്താ പറയുക, ചട്ടിയും കലവുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കുമല്ലോ. അതിപ്പോൾ തന്നെ മാറും കേട്ടോ, അത് വേറെ കാര്യം. അതാണ് ഞങ്ങളുടെ മോന്ത ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ഇരുന്നേച്ചത്. പിന്നെ അതപ്പോൾ തന്നെ മാറി കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ അമ്മനോട് ഞാൻ പിലോപ്പി വെട്ടിത്തരാമെന്ന്. അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ കറി വെച്ചോളുമല്ലോ.
അങ്ങനത്തെ പിലോപ്പി ഞാൻ വെട്ടിയെടുക്കണേട്ടാ കാണുന്നത്. അയ്യോ കരി പോലത്തെ പിലോപ്പി ആയതുകൊണ്ടിട്ടേ വെളുപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടുപെട്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വെളുക്കാൻ അയ്യോ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഉരച്ചൊരച്ചൊരച്ചെൻ്റെ കൈ വേദന എടുത്തിട്ട് വയ്യായിരുന്നു. കാരണം ഇത് ചെളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുന്ന സാധനമാണെന്നാണ് അപ്പം പറഞ്ഞതേ. അപ്പോൾ അതുകൊണ്ടിട്ടായിരുന്നായിരിക്കും ഇങ്ങനെ കരി പോലെ ഇരുന്നേച്ചത്. അങ്ങനെ ഞാൻ ദേ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ദേ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടികല്ല് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളുള്ളത് ഞാൻ ദേ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വേഗം തന്നെ പണികളൊക്കെ ചടപടേന്ന് തീരും കേട്ടോ. പക്ഷേ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള കുഞ്ഞടുക്കള ആയതുകൊണ്ടേ എനിക്ക് നിന്ന് പണിയെടുക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ അതിനുള്ളിലുള്ളൂ കേട്ടോ. ഇപ്പം അമ്മയും കൂടെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ തിക്കിയും നിരങ്ങിയൊക്കെയാണ് പണികളൊക്കെ ചെയ്ത് തീർക്കണത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പിലോപ്പി കറിയും കൂട്ടിയാണ് കേട്ടോ ചോറ് തിന്നാൻ പോണത്. പിന്നെ എരിവറച്ചിയൊക്കെ നമ്മൾ രാത്രി തന്നെ വെച്ച് വെക്കും കേട്ടോ. രാത്രിയോ വൈകിട്ടോ ഒക്കെ വെച്ച് വെക്കും. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും തലേ ദിവസം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ. പിന്നെ പണിയും കുറഞ്ഞ് കിട്ടും. താറാവിനേക്കും കട്ട് ചെയ്ത് വേവിച്ചെടുക്കും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ പുരട്ടി വെക്കും. എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പണി നാളെ കുറഞ്ഞിരിക്കും. ആ ഒരു ഉദ്ദേശത്തിനോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പക്ഷേ ബീഫ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് അമ്മയോട് പറഞ്ഞു കേട്ടോ. ബീഫിനും പിന്നെ സ്റ്റൂവിനും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 1.5 കിലോ ബീഫ് വാങ്ങിയപ്പോൾ അതിൽ നിന്ന് 1/2 കിലോ സ്റ്റൂവിനും പിന്നെ 1 കിലോ ബീഫ് നമ്മുടെ എരിവറച്ചി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിനാണ് മേടിച്ചേക്കണത്. പിന്നെ ഇതേ ചോറമ്മ തിളപ്പിക്കാൻ വേണ്ടി വെച്ചത് അതൊന്നുകൂടെ തിളപ്പിച്ചിട്ട് ചരിച്ചിടാനുള്ളതാണ്. പിലോപ്പി കറി ഇതേ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എരിവറച്ചിക്കുള്ളതും സ്റ്റൂവിനുള്ളതും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എരിവറച്ചിക്കുള്ളത് വലിയ തുണ്ടൻ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യണം. നമ്മളില്ലേ ഇറച്ചിക്കടയിൽ പോകുമ്പോഴത്തേക്കും ചുമ വന്നിട്ടാ ഇറച്ചിക്കടയിൽ പോകുമ്പോഴത്തേക്കും വിന്താലൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതേ സൈസിൽ കട്ട് ചെയ്ത് തരും കേട്ടോ, നല്ല മുഴുത്ത പീസായിട്ട്. ഇതിപ്പോൾ പെരുന്നാളായതുകൊണ്ടൊന്നും അരിയാണ്ടാണല്ലോ വാങ്ങിയേക്കണത്. അപ്പോൾ സ്റ്റൂവിന് ചെറിയ കഷ്ണം കിട്ടും, എരിവറച്ചിക്ക് ഞാൻ ദേ വലിയ വലിയ തുണ്ടൻ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എരിവറച്ചിയും കരളും ക്യാബേജും ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ പണ്ട്. ഇപ്പം പിന്നെ അതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ പീസ്, അതായത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് വെച്ച് തരും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം എനിക്കിനി കുളിക്കാൻ വേണ്ടി പോകാനായിട്ട്. കുളിച്ചിട്ടില്ലല്ല, രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് പോയ വടിയാണ് കറികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ കുളിക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇത് കൂടെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ട് കുളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കാമെന്ന്. അപ്പോഴത്തേക്ക് അമ്മ ചോറൊക്കെ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കഴിക്കാനും തുടങ്ങി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വന്നിരുന്നതേ. അങ്ങനെ ഞങ്ങൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിലോപ്പി. അങ്ങനെ അതും കൂട്ടി ചോറ് കഴിക്കാനാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടേ ഞാനും ചേട്ടനും കൂടെ ഒന്ന് പുറത്ത് പോയി കേട്ടോ. തിരക്കായിരിക്കുള്ളൂ, എങ്കിലും നമുക്ക് ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകാതിരിക്കാനും പറ്റില്ല. കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കേക്ക് വാങ്ങണം. പിന്നെ ആമിക്കുട്ടിക്ക് ആലുവിന് ഓരോ ടോപ്പ് വാങ്ങാമെന്ന് കരുതി, ജീൻസിന് ഇടാൻ പറ്റിയത്. കാരണം അവർക്ക് അവർക്കെന്നല്ല നമുക്ക് ആർക്കും ക്രിസ്മസ് കോഡ് ഇപ്രാവശ്യം എടുത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ ഇന്നോട് കല്യാൺ സിൽക്സിൽ പോയത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ കരുതി ക്രിസ്മസ് കോടി വേണ്ടാന്ന്, അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിനും മനസ്സമ്മതത്തിനും വേണം. അപ്പോൾ പിന്നെ കല്യാണത്തിനും കൂടി ക്രിസ്മസിനും കൂടി ആകുമ്പോൾ കല്യാണവും ക്രിസ്മസും പറഞ്ഞ് എല്ലാം തെറ്റിപ്പോൾ. അപ്പോൾ കുറേ ഉടുപ്പ് ഡ്രസ്സുകൾ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വെട്ടിച്ചുരുക്കി ക്രിസ്മസിന് വേണ്ടാന്നാക്കി. പക്ഷേ പിള്ളേർക്ക് അവരുടെ എന്തെങ്കിലും ഇടട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരെണ്ണം എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു ഉച്ചക്കത്തുള്ള വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ എടുത്തുമില്ല. കാര്യമേ മറന്ന് ഞാൻ പോയി. ലോങ് വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടില്ലല്ലേ, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ മറന്നു പോകുന്നേ എടുക്കണ കാര്യം. അപ്പോൾ അതൊക്കെ കൂടെ കട്ടായി പോയിട്ടുണ്ട്. അവരാണെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും. ഇതേപടി പണ്ട് മേടിച്ചിട്ട് കുറയ്ക്കുകയും നീണ്ട ഒരു 21 ദിവസങ്ങൾക്ക് ശേഷം വൈൻ്റെ ഭരണി പൊട്ടിച്ച് കേട്ടോ. പൊട്ടിച്ചപ്പോൾ തന്നെ മൂക്കിലോട്ടൊരു മണം അങ്ങോട്ട് അടിച്ച്, എൻ്റെ കർത്താവേ ഒന്നും പറയണ്ട. അപ്പോൾ പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ. ഇപ്പോൾ 5 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് വൈന് സോഡ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ കുടിക്കില്ല, അപ്പോൾ ഞങ്ങൾ മാത്രമേ കുടിക്കുകയുള്ളൂ. പിന്നെ ഈ വൈനൊക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചേട്ടനൊക്കെ തീർക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ചേട്ടന് വൈൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വൈൻ കെട്ടണ സമയത്ത് കുറച്ച് അധികമൊക്കെ കെട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കണത്. പിന്നെ ഇതിനിടയ്ക്ക് പപ്പാഞ്ഞിക്കാരുടെ ബഹളമാണ് കേട്ടോ. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാനാണ് ഓരോരുത്തരായിട്ട്.
പിന്നെ വർഷത്തിലൊരിക്കലല്ലേ എന്ന് കരുതിയിട്ട് പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല കേട്ടോ. അതുങ്ങൾ വന്ന് ആദ്യം ചോദിക്കും കേട്ടോ, പപ്പാഞ്ഞിക്കളി കളിച്ചോട്ടെ എന്ന്. അപ്പോൾ ഞങ്ങൾ പറയും കളിച്ചോ, ആമിക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കളിച്ചോളാൻ പറയും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ദേ ചേട്ടൻ പാട്ടൊക്കെ വയ്ക്കണേ, അപ്പനെ ഡാൻസ് കളിക്കണമെന്ന്. അങ്ങനെ അവരവിടെ പാട്ടൊക്കെ വയ്ക്കണ നേരം കൊണ്ട് ഞാൻ ദേ താറാവിനെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അമ്മ ഇവിടെ എരിവറച്ചിക്കുള്ള സാവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ദേ പുറത്തോട്ട് പോയിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തിരിയാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് താറാവിനെ എന്താ പറയുക കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ. ഈ അരിയലും മുറിക്കലും ഒക്കെ എൻ്റെ പണിയാണ് കേട്ടോ. ചേട്ടനുണ്ടെങ്കിൽ ഇപ്പം അമ്മ ഇല്ല, ചേട്ടന് ഞാൻ മാത്രമാണെങ്കിൽ ചേട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഇപ്പം അമ്മയുള്ളത് കൊണ്ട് പിന്നെ ചേട്ടൻ ആ ഭാഗത്തോട്ട് ഞാനിപ്പോൾ ഈ പാട്ട് ഇതിനിടയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു ഇച്ചിരി സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. കോപ്പിറൈറ്റ് അടിച്ചാൽ ഞാനത് ഡിലീറ്റ് ആക്കുകയെ. അപ്പോൾ അതേ നമ്മുടെ ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഞാൻ അതിനിടയ്ക്ക് താറാവിനെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കഴുകി വാരി കുക്കറിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂട്ടിയിട്ട് വേവിച്ചെടുക്കാമെന്ന് കരുതി ഞാൻ ആ താറാവിന് അരിയണ നേരം കൊണ്ട് അപ്പം ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ അവിടെ. അപ്പോൾ ഇതിനിടെ തന്നെ ഞങ്ങളുടെ രാത്രിയിലത്തെ ചോറ് തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും തിന്നണ വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനത് എടുക്കാത്തത്. പിന്നെ ഞാൻ ഈ ഷോർട്സിൻ്റെ അകത്ത് എപ്പോഴും ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ മെയിൻ പണി കുക്കിംഗ് ആണല്ലോ. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇത് വെച്ചിട്ട് കാണിക്കുമ്പോൾ കുറേ പേര് പറയും അത് കഴിക്കണതും കൂടെ കാണിക്കാമായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുക്കിംഗ് ഒക്കെ ചെയ്ത ശേഷം പിന്നെ കഴിക്കണതും കൂടെ ഷോർട്സിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതേ സ്റ്റൂവിനും കൂടി വേവിച്ചിടണം. അപ്പോൾ സ്റ്റൂവിൻ്റെ അകത്ത് പട്ടയും ഗ്രാമ്പും ഏലക്കയും പട്ട ഗ്രാമ്പു ഏലക്കയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് അതും ഒന്ന് ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് വെക്കണം. എന്നിട്ട് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ചീത്തയൊന്നും പോകൂലേ. ആവി കളഞ്ഞ ശേഷം പുറത്ത് തന്നെ വെച്ചാൽ മതി. നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് സ്റ്റൂ ഒക്കെ റെഡിയാക്കാം. അപ്പം ഞാൻ ദേ സ്റ്റൂവിനുള്ള ബീഫൊക്കെ കഴുകി കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ അതൊന്നുകൂടെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുക്കറിൽ വേവിച്ചെടുക്കാം. എൻ്റെ വലിയ കുക്കർ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ചേട്ടൻ പറയണത് ഇത് ചീത്താകട്ടെ എന്നിട്ട് അതെടുക്കാം. ഞാൻ പറഞ്ഞു ക്രിസ്മസിന് എടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കും ചെറിയ മടിയായി കേട്ടോ. ഈ എന്താ പറയുക നല്ലപോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ചീത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടല്ലോ അതിൻ്റെ പിടിയാണെങ്കിൽ ഇച്ചിരി വിട്ടു ഇരിക്കാനായിട്ട് ഇപ്പം നമ്മൾ വെച്ചേക്കണ വലിയ കുക്കറില്ലേ അതിൻ്റെ. അപ്പോൾ അതിനി ഇളകി മൊത്തവും പോകുമ്പോൾ ഞാൻ അടുത്തത് എടുക്കും പുതിയത്. അങ്ങനെ അതേ 2 കുക്കറും 2 അടുപ്പത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ താറാവ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആവി പോയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കേട്ടോ. ബീഫിന് ഞാൻ പുറത്ത് തന്നെ വെക്കുകയുള്ളൂ, അത് ചീത്താവില്ല കേട്ടോ ആവി പോയിട്ടെ. അത് പിന്നെ എന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് അങ്ങോട്ട് തേച്ച് കഴുകി അപ്പം അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നോക്കിയതൊക്കെ നമുക്ക് ആ പണി നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറഞ്ഞെടുക്കാം. പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനും വഴക്ക് പറയും, എനിക്കും തലക്ക് വട്ട് പിടിക്കും. അങ്ങനെ ഇനിയിപ്പോൾ മേല് കഴുകിയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവണേണ്. അപ്പോൾ ആമിക്കുട്ടി മാലും ഒന്നും പള്ളി വരുന്നില്ല കേട്ടോ. കാരണം 11 മണിക്കാണ് കുർബാന കഴിയുമ്പോഴത്തേക്കും 1:30 മണിയൊക്കെ അവരവിടെ വന്നിരുന്നിട്ട് ഉറക്കം തോന്നും. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകണില്ല. ഞാനും അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ പോണത്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ പുൽക്കൂട്ടിൽ ഉണ്ണീശനെ വെച്ചേക്കണത് കാണിക്കണത്. ഇത് നമ്മുടെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസിൻ്റെ വീഡിയോ അടുത്ത വ്ലോഗിൽ കാണിക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ.